ബി.ജെ.പിക്ക് ഇതുവരെ വേരുറയ്ക്കാത്ത മണ്ണാണ് തമിഴ്നാട്ടിലേത്. 18 പഴറ്റിയിട്ടും നേട്ടമുണ്ടാക്കാൻ സാധിക്കാത്ത സംസ്ഥാനം. നരേന്ദ്രമോദിയും അമിത്ഷായും ആശീർവദിച്ചുവിട്ട അണ്ണാമലയുടെ തന്ത്രങ്ങൾ പാതി വഴിയിൽ പൊളിഞ്ഞിരിക്കെയാണ് കേന്ദ്ര നേതൃത്വം നേരിട്ടിടപെട്ട പഴയ സഖ്യത്തെ പൊടി തട്ടിയെടുക്കാൻ ശ്രമിക്കുന്നത്. അണ്ണാ DMK അധ്യക്ഷൻ എടപ്പാടി പളനിസ്വാമി ഡൽഹിയിലെത്തി അമിത്ഷായുമായി മണിക്കൂറുകളോളം ചർച്ച നടത്തിയതാണ് ദക്ഷിണേന്ത്യയിലെ പ്രധാന ചർച്ച. അടുത്ത വർഷം നിയമസഭാ തിരഞ്ഞെടുപ്പിനൊരുങ്ങുന്ന തമിഴ്നാട്ടിൽ കാലേ കൂട്ടി തന്ത്രം മെനയുകയാണ് എല്ലാവരും. എല്ലാ വാതിലും അടഞ്ഞതോടെയാണ് BJPയുമായി ചർച്ചയാകാം എന്ന നിലപാടിലേക്ക് പളനിസ്വാമി എത്തിയത്. അണ്ണാമലൈ BJP സംസ്ഥാന അധ്യക്ഷനായതോടെയാണ് അണ്ണാ DMKയുമായുള്ള സഖ്യം പിരിഞ്ഞത്. ജയലളിതയുടെ വിയോഗശേഷം പല തട്ടിലായ അണ്ണാ DMK ഒറ്റക്കെട്ടായി നിൽക്കണമെന്നാണ് BJP കേന്ദ്ര നേതൃത്വത്തിന്റെ പ്രധാന ആവശ്യം. എടപ്പാടി പളനിസ്വാമിയും O പനീർശെൽവവും ശശികലയും TTV ദിനകറുമെല്ലാം സ്വന്തം വഴിക്ക് നീങ്ങുകയാണിപ്പോൾ. അണ്ണാ DMKയുടെ ഔദ്യോഗിക നേതാവ് പളനിസ്വാമിയാണ്. വിമത നേതാക്കളെല്ലാം കൈകൊടുത്ത് ഒന്നാകാനുള്ള സാധ്യത അണിയറയിൽ തെളിയുന്നുമുണ്ട്. അവർക്ക് BJPയുമായി അയിത്തവുമില്ല. അധികാരം പിടിക്കണമെന്ന ഒറ്റ ലക്ഷ്യത്തിലാണ് അനൈക്യത്തിനിടയിലും അവർ ഐക്യം കണ്ടെത്തുന്നത്. എന്നാൽ എടപ്പാടി തലയെടുപ്പോടെ നിൽക്കുമ്പോൾ വിമത നീക്കങ്ങളെല്ലാം പരാജയപ്പെടുകയും ചെയ്യുന്നു. ഈ സാഹചര്യത്തിലാണ് ഡൽഹിയിൽ നിന്നുള്ള സമ്മർദ്ദം ശക്തമായതും എടപ്പാടി ഡൽഹിയിലെത്തി അമിത്ഷായെ കണ്ടതും. അണ്ണാമലയെ BJP സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റണം, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ വായടപ്പിക്കണം. പാർട്ടിയിലെ വിമതരുമായി BJP ഐക്യനീക്കം നടത്തരുത്. BJPക്കും അണ്ണാ DMKയ്ക്കുമിടയിൽ ചർച്ചകൾ നടത്തുന്നതിന് സംയുക്ത സമിതി വേണം. BJP കേന്ദ്ര നേതൃത്വവുമായി മാത്രമേ ചർച്ചകളുള്ളൂ തുടങ്ങിയ നിബന്ധനകളാണ് പളനിസ്വാമി അമിത്ഷായുടെ മുന്നിൽ വച്ചത്. BJP വിരുദ്ധതയ്ക്ക് ശക്തമായ വേരോട്ടമുള്ള നാടാണ് തമിഴ്നാട്. അതുകൊണ്ട് തന്നെ മണ്ണറിഞ്ഞു വിത്തെറിയുകയാണ് DMKയും MK സ്റ്റാലിനും. മണ്ഡല പുനർവിഭജനം, ത്രിഭാഷാ വിവാദം എന്നിവ കത്തിച്ച് അനുകൂല സാഹചര്യം നിലനിർത്തുന്നതിൽ കേന്ദ്രീകരിച്ചിരിക്കുകയാണ് സ്റ്റാലിൻ. ഈ വേളയിലാണ് പഴയ സഖ്യത്തെ അണ്ണാ DMK വീണ്ടും പുൽകുന്നത്. ഇടതു പാർട്ടികൾ VCK എന്നിവരുമായി സഖ്യത്തിന് അണ്ണാ DMK ഇതിനിടയ്ക്ക് ശ്രമിച്ചിരുന്നു. ഈ രണ്ട് വിഭാഗവും DMK സഖ്യത്തിലുള്ളവരാണ്. മുന്നണി വൻ ശക്തമായി നിൽക്കുമ്പോൾ വിഘടിച്ചു പോരാൻ ഇരു കൂട്ടരും തയ്യാറായില്ല. നടൻ വിജയ് നേതൃത്വം നൽകുന്ന TVKയുമായുള്ള സഖ്യത്തിനും അണ്ണാ DMK ശ്രമിച്ചു. എന്നാൽ സ്വന്തം വഴി എന്ന നിലയ്ക്കാണ് TVK മുന്നോട്ടു പോകുന്നത്. തുല്യ പ്രാധാന്യത്തോടെയുള്ള ചർച്ചകൾ ആകാമെന്ന് TVK വ്യക്തമാക്കിയെങ്കിലും അതിനോട് പളനിസ്വാമിക്ക് താല്പര്യമില്ല. പളനിസ്വാമിയും അമിത്ഷായും നടത്തിയ ചർച്ചയിലൂടെ തമിഴ്നാട്ടിൽ അണ്ണാ DMK BJP സഖ്യം വന്നു എന്ന് പറയാനായിട്ടില്ല. ഇനിയും തുടർ ചർച്ചകൾ നടത്തേണ്ടതുണ്ട്. അണ്ണാമലയ്ക്ക് കേന്ദ്രത്തിൽ എന്തെങ്കിലും പദവി നൽകി സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റണമെന്ന ആവശ്യവും അണ്ണാ DMK മുന്നോട്ട് വെച്ചു എന്നാണ് വിവരം. എന്നാൽ അണ്ണാമലയെ മാറ്റുന്നത് തമിഴ്നാട്ടിലെ BJP പ്രവർത്തകരെ നിർജീവമാക്കുമെന്ന തോന്നലാണ് കേന്ദ്ര നേതൃത്വത്തിന്. ഈ വിഷയത്തിൽ പരിഹാരം കാണുക എന്നതാകും അമിത്ഷായ്ക്ക് മുന്നിലെ ഏക വെല്ലുവിളി. കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഒരു സീറ്റ് പോലും കിട്ടിയില്ലെങ്കിലും BJPക്ക് സംസ്ഥാനത്ത് വോട്ട് കൂടിയിട്ടുണ്ട്. ഇതാണ് അണ്ണാമലയുടെ പ്ലസ് പോയിന്റ്. നിയമസഭാ തിരഞ്ഞെടുപ്പിൽ സീറ്റുകൾ പിടിക്കാമെന്ന ആത്മവിശ്വാസവും അണ്ണാമലയ്ക്കുണ്ട്. അണ്ണാ DMK BJP സഖ്യം തമിഴ്നാട്ടിൽ നിലവിൽ വന്നാൽ രാഷ്ട്രീയം മാറിമറിയും. BJP സഖ്യം, BJP വിരുദ്ധ സഖ്യം എന്നീ രീതിയിലേക്ക് കാര്യങ്ങൾ തിരിയും. BJP വിരുദ്ധ സഖ്യത്തിന്റെ മുഖമായി MK സ്റ്റാലിൻ നിലയുറപ്പിച്ചു കഴിഞ്ഞു. ന്യൂനപക്ഷ വോട്ടുകൾ ഒട്ടും ചിതറാതെ സ്റ്റാലിൻ കൊണ്ടുപോകും. ഇതോടെ വെട്ടിലാകുന്നത് നടൻ വിജയാണ്. പ്രധാന കക്ഷികളുടെ പോരിനിടയിൽ സാന്നിധ്യം അറിയിക്കാൻ വിജയ്ക്ക് സാധിച്ചില്ലെങ്കിൽ TVK തകർച്ചയുടെ വക്കിലെത്തും. ശരത് കുമാർ, വിജയകാന്ത്, കമൽഹാസൻ എന്നിവരുടെ ഗണത്തിലേക്ക് വിജയിയെയും തമിഴ് രാഷ്ട്രീയം കൂട്ടിച്ചേർക്കും.